ആലപ്പുഴയില് 5-6 പെണ്ണുങ്ങളെ കൊന്ന് കുഴിച്ച് മൂടി എന്നൊക്കെ പറഞ്ഞു വന്നു. ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചാഞ്ചല്യം. അതിനെന്ത് സാറേ മറുപടി? അതിന് നമ്മൾ മറുപടി കൊടുക്കണ്ടല്ല. ഓരോരുത്തരും അവരോട് ചെയ്ത കാര്യത്തിന് നമ്മളെന്തിനാ തലയിടണത്? അല്ല, നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരു സംഭവമല്ലേ സാറേ? അല്ല, സമൂഹത്തിൽ അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഒരു മനുഷ്യനായിട്ട് ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഭാഗം അറിയത്തില്ല. ഈ പറയുന്ന മതവിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ മനുഷ്യനായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടായി. അത്രയേ ഉള്ളൂ. മനുഷ്യനായിട്ടുള്ള ബന്ധം നിലനിർത്താനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഭാഗത്തിന് പകരം മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ, മയക്കുമരുന്നും കള്ളും കഞ്ചാവും എല്ലാം മനുഷ്യരുടെ ഇടയിൽ വന്നത്. എന്തുകൊണ്ടാണ്? മനുഷ്യർ പരസ്പരം സഹകരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൊലപാതകങ്ങളും യുദ്ധം ഒന്നും ഉണ്ടാകത്തില്ല. ഇത് ആർക്ക് വായിക്കണമെന്ന് തോന്നുന്നു അവർ വായിക്കുന്നത്. എനിക്കിതൊന്നും ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വായിച്ച് തലക്ക് ഭ്രാന്ത് കൊടുക്കാറില്ല. മനസ്സിലായോ? ഇല്ല, പിണറായി വിജയൻ എങ്ങനെ കേരളം ഭരിക്കുന്നു അത് അങ്ങേരുടെ താല്പര്യമാണ്, എൻ്റെ താല്പര്യമല്ല. അങ്ങേർക്ക് ഇഷ്ടമുള്ള പോലെ ഭരിച്ചോട്ടെ, എനിക്ക് ഒരു കാര്യമില്ല. ഇല്ലെന്നേ, പിണറായി വിജയൻ എങ്ങനെ കേരളം ഭരിച്ചാലും എന്നെ ബാധിക്കില്ല. അത് എന്നെ ബാധിക്കില്ല, കാരണം ഞാൻ ജീവനാണ് ഞാൻ അനുഭവിക്കുന്നത്. പിണറായി വിജയൻ കേരളത്തെ അല്ല ഭരിക്കാൻ പറ്റില്ല, എന്നെ ഭരിക്കാൻ പറ്റുമോ? ഇല്ല, എന്നെ ഭരിക്കാൻ പിണറായി വിജയന് പറ്റത്തില്ല. എന്നുവെച്ചാൽ അദ്ദേഹം എങ്ങനെ കേരളം ഭരിക്കുന്നുള്ള അങ്ങേരുടെ താല്പര്യമാണ്. കാരണം ഞാൻ ആ കസേരയിൽ പോയിരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാനിരിക്കുന്നിടത്ത് ഇരിക്കാനാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് കേരളം ഭരിക്കണമെന്ന് ഒരു താല്പര്യമില്ല. കാരണം ഒരു ഗുണവുമില്ല കേരളം ഭരിക്കുന്നതിൽ എനിക്ക്. എന്നെ ഭരിക്കുന്നിടത്താണ് എൻ്റെ കാര്യം ഇരിക്കുന്നത്. എൻ്റെ ജീവനെ ഭരിക്കുന്നിടത്തല്ലേ കാര്യം ഇരിക്കുന്നത്. കേരളം അതെ, അല്ലാണ്ട് കേരളം ഭരിച്ചിട്ട് എനിക്ക് എന്തൊട്ട് കിട്ടാനാണ്? എനിക്കൊരു കാര്യമില്ല. മറ്റുള്ളവരെ ഭരിക്കാൻ നോക്കണതിനാണ്, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നോക്കണതിനാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നോക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 പോഴത്തരാണ്. മനസ്സിലായോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? കാരണം കേരള സർക്കാരല്ലല്ലോ എനിക്ക് ജീവൻ തന്നത്. അല്ല, ഈ ഭൂമിയിൽ അവർ റോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭൂമി ഉള്ളത് കൊണ്ടാണ് റോഡും കാര്യങ്ങളെല്ലാം ഇട്ടത്. അത് മാന്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം, മാന്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് കൊള്ളുകയില്ല. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ വിഷയമല്ല അത്. ഇല്ല, നല്ല റോഡ് ഇല്ലെങ്കിലും നമ്മൾ പോയിട്ടില്ലേ? നല്ല റോഡ് ഇല്ലാത്തടത്തുകൂടി നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. റോഡ് ഇല്ലാത്തടത്തുകൂടി നടന്നു പോയിട്ടുണ്ട്. ജീവൻ റോഡ് കൊണ്ടിട്ടല്ല ജീവൻ നന്നായത്. ആ ജീവനാണ് ആദ്യം. മനസ്സിലായോ? അപ്പം ജീവനുമായിട്ട് ബന്ധമുള്ളവർ റോഡ് പണിയണമെങ്കിൽ അവർ വൃത്തിയായിട്ട് പണിയും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോഴും അതിനകത്ത് അന്തസ്സ്, അവന് ജീവിക്കുന്ന അവസ്ഥയായിട്ട് ബന്ധമുള്ളവർ എന്ത് ചെയ്താലും അവിടെ അത് വൃത്തിയായിട്ടേ നടക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മനുഷ്യരുമായിട്ട് ബന്ധമില്ലാത്തവർ, ദൈവമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വേറൊന്നുമില്ല. മനുഷ്യനായിട്ട് ബന്ധമുള്ളവർക്ക് അവിടെ സത്യസന്ധതയും താല്പര്യവും എല്ലാം ഉണ്ടാകും. ഒരു സ്ത്രീ, അതായത് നല്ല കാണാനൊക്കെ ബ്യൂട്ടിയാ, അവളെ ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ അവളെ മകന് സുഖമില്ല. ഞാൻ കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തു. അവളിപ്പോഴും ചോദിക്കണം, അണ്ണൻ തരാത്തോണ്ടായി പ്രശ്നമൊക്കെ ഉണ്ടായത്. അതിന് നമ്മൾ എന്താ പറയണത്? അല്ല, നിങ്ങൾക്ക് ആ സ്ത്രീയോട് എന്താണ് പ്രവർത്തിക്കാൻ തോന്നുന്നത്? അതിന് കാരണം എന്താണ്? ആ സ്ത്രീക്ക് നിങ്ങൾ പൈസ കൊടുക്കാനുള്ള നിങ്ങളുടെ താല്പര്യം എന്താണ്? അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്, ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അല്ല, ഞാനാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അവരവരുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുള്ള ഭാഗം പറഞ്ഞു കൊടുക്കും. പക്ഷേ എല്ലാ വ്യക്തികളും അവനവൻ്റെ നന്നായിട്ടിരിക്കാനുള്ള ഭാഗം, ഞാൻ എന്നിലെ ജീവൻ നന്നായിട്ട് നിലനിർത്തുന്ന ഭാഗം പറഞ്ഞു കൊടുക്കും. എൻ്റെ പൈസ കൊണ്ടല്ല, പൈസയൊക്കെ സെക്കൻഡറിയാണ്. പൈസയൊക്കെ സമൂഹം ഉണ്ടാക്കിയതാണ്. ഭക്ഷണം കഴിക്കാനല്ലേ പൈസ വേണ്ടത്. ഇത് ഭക്ഷണത്തിൻ്റെ ഭാഗം ഓരോരുത്തരും കൃഷിയിടമൊക്കെ ഓരോരുത്തരും സ്വന്തമാക്കി, ഭൂമി മുഴുവൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ. അതെ, എല്ലായിടത്തും കൃഷിയാണ് നടക്കണമെങ്കിൽ, എല്ലായിടത്തും ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പൈസയും വേണ്ട. അല്ലേ, ഇത് എല്ലാവരും കൈയടക്കി വെച്ചിരിക്കുക.
എടുത്ത് ചോദിക്കുകയാണെങ്കിൽ സാറ് നിങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ എന്താ പറയുന്നത്? അത് തന്നെയാണ് സ്ത്രീയെ വിളിച്ചാലും ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് വ്യത്യാസമൊന്നുമില്ല. ശരി, ഓക്കെ. ആര് വിളിച്ചാലും എല്ലാവരോടും പറയുന്ന ഒന്ന് തന്നെ, ഞാൻ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ സാർ, അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കും കേട്ടോ. എൻ്റെ നമ്പറിലല്ല, എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ടില്ല. സാറിന്റെ നമ്പറിൽ വിളിക്കുമ്പോൾ ജി 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 നടിക്കുന്നേ ഉള്ളൂ. അപ്പോഴും അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും. നെറ്റ് ടവറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. അയ്യോ, എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ഒരു നമ്പറും